ഞങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. പഠിപ്പിക്കാൻ ഞങ്ങൾക്കൊരു അധ്യാപകനെ തരണം. എച്ചിപ്പാറ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഈ അപേക്ഷ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കരുത്. എൻ്റെ പേര് മുഹമ്മദ് അൽത്താഫ് ഫയസ്. എച്ചിപ്പാറ ട്രൈബൽ സ്കൂൾ വിദ്യാർത്ഥിയാണ്. ഞങ്ങൾ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ പഠിപ്പിക്കാനിവിടെ അധ്യാപകരില്ല. വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാർ ഞങ്ങൾ പഠിപ്പിക്കാൻ ഒരു അധ്യാപകനെയും തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. ഞങ്ങളെ ഭാവി പോവാതെ നിങ്ങളാണ് നോക്കേണ്ടത്. ഞങ്ങൾക്കൊരു അധ്യാപകനെയും തരണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. തനിക്കും സഹപാഠികൾക്കും വേണ്ടിയുള്ള മുഹമ്മദ് അൽത്താഫ് എന്ന 8ാം ക്ലാസ്സുകാരന്റെ അപേക്ഷ വിദ്യാഭ്യാസ മന്ത്രിയോടാണ്. പഠനം വഴിമുട്ടിയ ആശങ്ക നിറഞ്ഞ ഈ വാക്കുകൾ ഗൗരവമുള്ളതാണ്. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ ചിമ്മിനി ഡാമിന് സമീപത്തായി മനോഹരമായ അന്തരീക്ഷത്തിലാണ് മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോടെ എച്ചിപ്പാറ ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ആദിവാസി ഊരുകളിലെയും തോട്ടം തൊഴിലാളികളുടെയും മക്കളാണ് ഇവിടെ പഠിക്കുന്നത്. അരനൂറ്റാണ്ട് പിന്നിട്ട സ്കൂളിൽ അംഗൻവാടി മുതൽ 7ാം ക്ലാസ് വരെ 90ഓളം കുട്ടികൾ നിലവിൽ പഠിക്കുന്നുണ്ട്. സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കൂടി വേണമെന്ന രക്ഷിതാക്കളുടെ നിരന്തര അഭ്യർത്ഥനയെ തുടർന്ന് ഹൈക്കോടതിയുടെ ഇടപെടലിൽ 2018 8ാം ക്ലാസ് അനുവദിച്ചു കിട്ടിയത്. എന്നാൽ അന്നു മുതൽ ഇങ്ങോട്ട് ഈ 8ാം ക്ലാസ്സിനായി ഒരു അധ്യാപകനെ പോലും നിയമിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. താൽക്കാലിക നിയമനത്തിലെത്തുന്ന പ്രൊട്ടക്റ്റഡ് അധ്യാപകർ 1-2 മാസങ്ങൾ കഴിയുന്നതോടെ പാരന്റ് സ്കൂളിൽ നിയമനം വാങ്ങി പോവുകയാണ് പതിവ്. എച്ചിപ്പാറ സ്കൂളിലേക്കുള്ള ദൂരെ കൂടുതലും മുഴുവൻ വിഷയങ്ങളും ഒരു അധ്യാപകൻ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നതുമെല്ലാമാണ് അധ്യാപകരെ ഈ സ്കൂളിന്റെ ചുമതലകളിൽ നിന്ന് ഒഴിവാകാൻ പ്രേരിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി തുടർച്ചയായി ഈ വിദ്യാലയത്തിലുണ്ടായിരുന്ന അധ്യാപികയായിരുന്നു 8ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ആശ്വാസം. എന്നാൽ 2025 തുടക്കത്തിൽ തന്നെ ഈ അധ്യാപിക സ്ഥലം മാറി പോവുകയായിരുന്നു. തുടർന്ന് ഇങ്ങോട്ട് 4 മാസത്തിനിടെ 3 അധ്യാപകരാണ് ഇവിടെ വന്നുപോയത്. ഇതിനിടയ്ക്ക് 1.5 മാസത്തോളം ആരും ഇല്ലാത്ത അവസ്ഥയും. അധ്യാപകരുമായി കുട്ടികൾ കൂട്ടുകൂടി വരുമ്പോഴേക്കും അവർ മാറിപ്പോകും. ഇതോടെ ഈ കുട്ടികളുടെ തുടർ പഠനം താളം തെറ്റും. ഭാവി അനിശ്ചിതത്വത്തിലായെന്ന് കണ്ട് പലരും 12 കിലോമീറ്റർ അപ്പുറം ദൂരെയുള്ള സ്കൂളിലേക്ക് TC വാങ്ങിപ്പോയതോടെ നിലവിൽ 10 വിദ്യാർത്ഥികളാണ് 8ാം ക്ലാസ്സിൽ അവശേഷിക്കുന്നത്. LP UP അധ്യാപകർ ഇടവിട്ട് ക്ലാസ്സിലെത്തിയാണ് ഈ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്. പുതിയ സ്കൂളിലേക്ക് പോയാലും പഠനഭാഗങ്ങളിൽ തുടർച്ചയില്ലാത്തതിനാൽ ഈ കുട്ടികൾ എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. നിലവിൽ നമ്മളിവിടെ ഒരു ചെറുതല്ല വിഷയം ആയിട്ടാണ് നമ്മൾ ഈ മീഡിയാസിനെ വിളിച്ചു വരുത്തിയത്. അതായത് നിലവിൽ നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, കേന്ദ്ര ഗവൺമെന്റിന്റെ റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് നമുക്ക് 8ാം ക്ലാസ് ഹൈക്കോടതിയുടെ വിധി പ്രകാരം ഇവിടെ അനുവദിച്ച് ഒരു 2 വർഷത്തോളം നമുക്ക് 2 വർഷം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെറിയ സ്ട്രബിളുകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോ ലാസ്റ്റ് ഈ ഇയറായി ഇപ്പോ നമ്മൾ ഈ അധ്യയന വർഷം തുടങ്ങിയതിന് ശേഷം 3 ടീച്ചർ ട്രാൻസ്ഫർ വെച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതായത് ജൂൺ മാസത്തിൽ തന്നെ ഒരു ടീച്ചർ പോയി, നിലവിലുണ്ടായിരുന്ന ടീച്ചർ പോയി. അത് കഴിഞ്ഞ് 1-1.5 മാസം കഴിഞ്ഞിട്ടാണ് ഒരു ടീച്ചർ വന്നത്. അതൊരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ ആ ടീച്ചർ പോയി. അത് കഴിഞ്ഞ് ഒരു ജസ്റ്റ് 2-3 ദിവസത്തെ ഗ്യാപ്പിന് ഒരു മാഷ് വന്നു. ആ മാഷ് വന്നത് 1-1.5 മാസം കഴിഞ്ഞപ്പോൾ ആളും പോയി. കുട്ടികൾ എന്താ പറയാ, നമ്മുടെ കുട്ടികളുടെ ഭാവി ശരിക്കും പറഞ്ഞൊരു തുലാസിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിൽക്കുന്നത്. ഒരു എന്താ പറയാ, കുട്ടികളെ നല്ല രീതിയിൽ പഠനം വരെ നല്ല രീതിയിൽ നടക്കാൻ പറ്റാത്തൊരവസ്ഥ. കാരണം ടീച്ചേഴ്സ് ഇങ്ങനെ മാറി വരുന്നോണ്ട് അവരും ചില്ലറ സ്ട്രഗിളല്ല അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠനത്തിൽ മികവ് പുലർത്തിയ കുട്ടികൾ പോലും 8ാം ക്ലാസ്സിലെ ഈ അധ്യയന വർഷം പഠന മികവിൽ ഏറെ പുറകോട്ട് പോയതായി വിദ്യാർത്ഥികൾ തന്നെ സങ്കടത്തോടെ പറയുന്നു. എൻ്റെ പേര് അസ്ലി മുഹമ്മദ്. ഞങ്ങൾ ഈ വർഷം നഴ്സറി തൊട്ട് 7ാം ക്ലാസ് വരെ ഞങ്ങൾ 7ാം ക്ലാസ് പഠിച്ചിരുന്നത്. ഈ വർഷം അധ്യാപകർ 3 എണ്ണമായിരുന്നു. 3 ടീച്ചർമാർ പോയി. പിന്നെ ഞങ്ങൾക്ക് 1.5 മാസം ടീച്ചർമാർ വന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങളെ പാഠഭാഗം അധികം പോയിട്ടുണ്ടായില്ല. അപ്പോൾ അധ്യാപകർ ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടായിരുന്നു. 8ാം ക്ലാസ്സിൽ ഇങ്ങനെ ടീച്ചർമാർ മാറി വരുന്ന കാരണം ഞങ്ങൾക്ക് എടുക്കുന്ന ഭാഗങ്ങളൊന്നും മനസ്സിലാവില്ല. കുറേ എല്ലാ പാഠഭാഗങ്ങളും ഇടയ്ക്ക് വെച്ച് വേറെ ടീച്ചർമാർ എടുക്കുന്ന കാരണം മനസ്സിലാവാത്ത കാരണം പരീക്ഷയിലൊക്കെ ഭയങ്കര മാർക്ക് കൊണ്ടുവരണം. 12 ഉള്ളോ ഞങ്ങൾ കഴിഞ്ഞാലൊക്കെ നല്ലോണം മാർക്ക് മേടിച്ചിട്ടുണ്ടായി. പിന്നെ ആരിസ് 1ാം സ്ഥാനമായിരുന്നു. ഇപ്പോ അവൻ ജസ്റ്റ് പാസ്സാണ്. എല്ലാവരും ജസ്റ്റ് പാസ്സാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇനി ഇവിടുന്ന് പോകാൻ പറ്റാത്ത ടീച്ചർമാരെ ഒന്ന് സഹിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. ഞങ്ങളെ ഭാവിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്.
ഈ അധ്യയന വർഷത്തിൽ ബാക്കിയുള്ള സമയമെങ്കിലും പൂർണ്ണമായി ഒരു അധ്യാപകനെയെങ്കിലും നിയമിച്ച് ഈ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കണമെന്നാണ് മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നത്. എച്ചിപ്പാറ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് എന്നോടൊപ്പമുള്ളത്. ഈ കൂട്ടുകാരുടെ മുഖത്ത് വലിയൊരു ആശങ്കയുണ്ട്. നഴ്സറി മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ തന്നെ ഹൈസ്കൂൾ പഠനം തുടരുന്നതിന്റെ സന്തോഷമുണ്ടായിരുന്നു ഇവർക്ക്. എന്നാൽ ഈ അധ്യയന വർഷം തന്നെ 3 മാസത്തിൽ 3 അധ്യാപകരാണ് ഇവരെ പഠിപ്പിക്കാനെത്തിയത്. നിലവിൽ ആ അധ്യാപകൻ കൂടി ഇല്ലാത്ത അവസ്ഥയാണ്. ഒരു അധ്യാപകൻ തന്നെയാണ് എല്ലാ വിഷയങ്ങളും എടുത്തിരുന്നത്. എന്നാൽ ആ അധ്യാപകനും ഇല്ലാതായതോടെ ഇവർ ക്ലാസ് മുറിയിൽ തനിച്ചാക്കപ്പെട്ട അവസ്ഥയാണ്. ഇനി ഇവരുടെ ഭാവി എന്താണ്? അധ്യാപകനില്ലാതെ, പഠിപ്പിക്കാൻ ആളില്ലാതെ ഭാവി അനിശ്ചിതത്വത്തിലായ ഈ വിദ്യാർത്ഥികളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. സർക്കാർ ഇവരെ കൂടെ കൂട്ടണം. ഇവർക്കും പഠിക്കാൻ അവകാശമുണ്ട്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.